വളരെ രസകരമായ ചർച്ചകളാണ് ഇന്നലെ ഈ മിനിയാന്നുമായി സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബുകളിലും ചാനലുകളിലും നടക്കുന്നത്. ചാനലുകളിലൊക്കെ ഓരോരുത്തർ വന്നിരുന്ന് ഘോരഘോരം ഇങ്ങനെ മതേതരത്വം പ്രസംഗിക്കുകയാണ്. വളരെ വലിയ മതേതരത്വമാണ് എല്ലാവരും പറയുന്നത്. വിഷയം ഫജൻ പാടിയതാണ്. ഫജൻ ഗ്രൂപ്പുകാർ ഒരു ക്രിസ്തീയ പാട്ട് പാടിയതാണ്. തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അവിടെ സിനിമാ പാട്ട് പാടിയ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അവിടെ ഡെപ്പാങ്കൂത്ത് പാട്ട് പാടിയ തെറ്റുണ്ടോ? ഇല്ല. അവിടെ ഭജൻ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഇയാൾ എണീറ്റ് എന്നൊരു ഡാൻസ് കളിച്ച് ഒരു പാട്ട് പാടിയോ? തെറ്റില്ല. എന്ത് ചെയ്താലും തെറ്റില്ല. സഭ്യമായി എന്ത് ചെയ്താലും തെറ്റില്ല. പക്ഷേ എങ്ങനെയാണ് നന്ദഗോപൻ ഭജൻ സംഘം കേരളത്തിൽ വളർന്നത്? നന്ദഗോപൻ ഭജൻ സംഘത്തിന്റെ പരിപാടിയുടെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ട് 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും രൂപ കൊടുത്ത് നന്ദഗോപൻ ഭജൻ സംഘത്തിനെ ഹിന്ദു സമാജത്തിന്റെ പരിപാടികളിൽ, ഹിന്ദുക്കളുടെ പരിപാടികളിൽ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിളിക്കുന്നു? ഒരു മുസ്ലിം പള്ളിയിലും വിളിച്ചില്ല, ഒരു ക്രിസ്ത്യൻ പള്ളിയിലും വിളിച്ചില്ല. ഇവിടെ സോഷ്യൽ മീഡിയയിലാകട്ടെ, അല്ലെങ്കിൽ ഹാഷ്മി താജുദ്ദീനെ പോലുള്ളവരാകട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവരാകട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ കൽക്കട്ടയിൽ പോയപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ യേശുവിന്റെ പടം കണ്ടു. ഇവിടെ എന്തിനാ കൽക്കട്ട വരെ ജയശങ്കർ പോയത്? ഇവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഭരണഘടന എടുത്തു വെച്ച് ഒരു കോപ്പി വെച്ചിട്ട് ക്ഷേത്രമുണ്ട് ജയശങ്കറെ. ഇവിടെ കല്ലെടുത്ത്, റോഡിൽ കിടക്കുന്ന കല്ലെടുത്ത്, പറമ്പിൽ കിടക്കുന്ന കല്ലെടുത്ത് അത് കഴുകി വൃത്തിയാക്കി കൊണ്ട് വച്ച് അതിനകത്ത് 2 പൂട്ടാൽ ദൈവമാണ്. അവിടെ പിന്നെ തൊഴുത്തിൽ കിടക്കുന്ന ചാണകം എടുത്ത് ഉരുട്ടിക്കൊണ്ടുവന്ന് അതിനകത്തൊരു തുളസിപ്പൂ വെച്ചാൽ അത് ദൈവമായിട്ട് കണക്കാക്കും. അപ്പൊ അതിന് ജയശങ്കർ യേശുവിനെ കാണാൻ കൽക്കട്ടയിൽ വരെ പോയി. അങ്ങനെ പിന്നെ സ്വാമി വിവേകാനന്ദന്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്ഥാപിച്ച ഹോസ്പിറ്റൽ പിന്നെ അമ്പലത്തിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ വിഷയം വളരെ ലളിതമാണ്. അതിനെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്, സങ്കീർണമാക്കുകയാണ്. എന്താണ് വിഷയം? ഭജൻ ഒരു സംഗീത ശില്പമാണ്. ഭജന മറ്റൊരു സംഗീത ശില്പമാണ്. കർണാട്ടിക് സംഗീതം മറ്റൊന്നാണ്. പിന്നെ സിനിമാ പാട്ട് മറ്റൊരു മേഖലയാണ്. നാടകഗാനം മറ്റൊരു മേഖലയാണ്. ഡപ്പാക്കൂത്ത് മറ്റൊരു മേഖലയാണ്. നമ്മുടെ വേടന്റെ റാപ്പ് സംഗീതം മറ്റൊരു സാധനമാണ്. പിന്നെ ഇങ്ങനെ മാപ്പിളപ്പാട്ട് മറ്റൊരു സ്ട്രീമാണ്. ക്രിസ്തീയ പാട്ടുകൾ മറ്റൊരു സ്ട്രീമാണ്. ഹിന്ദു ഭജൻ മറ്റൊരു സ്ട്രീമാണ്. ഇങ്ങനെ ഓരോ സ്ട്രീമുകളുണ്ട്. അതിൽ ഭജനും മറ്റുള്ളതുമായിട്ടുള്ള ഭജനയും മറ്റുള്ളതുമായിട്ടുള്ള വ്യത്യാസം. ഭജനും ഭജനയും മാത്രമാണ് ഭക്തിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കിയെല്ലാം കല എന്നുള്ള നിലയിൽ ആസ്വാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഗാനമേള ആസ്വാദനമാണ്, അവിടെ ഭക്തിയൊന്നുമില്ല. അതിൽ ചിലപ്പോൾ 1-2 ഭക്തി പാട്ട് പാടുമായിരിക്കും, പക്ഷെ ഭക്തി ഇല്ല അവിടെ, ആസ്വാദനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഭജൻ എന്ന് പറയുന്നത് അതല്ല, അതൊരു ഭക്തിയുടെ ഒരു അടയാളമാണ്. ഭജൻ പാടുന്നതും ഭജൻ അവതരിപ്പിക്കുന്നതും എല്ലാം വളരെ വളരെ പവിത്രമായ ഒരു ഭക്തിയുടെ മാർഗത്തിലാണ്. അങ്ങനെ തന്നെയാണ് നന്ദഗോപനൊക്കെ വളർന്നു വന്നതും. ഹിന്ദു സമാജത്തിനിടയിലുള്ള ഭക്തി എന്ന ആ ഒരു വിഷയത്തെ ചൂഷണം ചെയ്താണ് നിങ്ങൾ വലുതായത്. നിങ്ങൾ എന്നിട്ട് വലുതായതിനു ശേഷം ഹിന്ദു സമാജത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ കൊഞ്ഞനം കുത്തി. നിങ്ങളത് പാടുമ്പോൾ നിങ്ങൾക്കൊരു പള്ളിപ്പരിപാടിക്ക് പോയി പള്ളിപ്പാട്ട് പാടിക്കോളൂ. നിങ്ങൾ ഇവിടെ മതേതരത്വം ഉണ്ടാക്കുന്നവരൊന്നുമല്ല. നിങ്ങളുടെ ജോലി മതേതരത്വം ഉണ്ടാക്കലൊന്നുമല്ല. നിങ്ങളുടെ ജോലി ഹിന്ദു സമാജത്തിന്റെ ആ ക്ഷേത്രങ്ങളിൽ വിളിക്കുന്ന, ഭക്തിപൂർവം വിളിക്കുന്ന, നിങ്ങളെ ദൈവതുല്യമായി കാണുന്ന, നന്ദഗോപനെയൊക്കെ ദൈവതുല്യമായി കണ്ടാണ് ആളുകൾ, അമ്മമാരൊക്കെ തൊഴുന്നത്. കാര്യം കൃഷ്ണന്റെ അവതാര പാട്ടുകളാണ് പാടുന്നത്. അയ്യപ്പന്റെ അവതാര പാട്ട് കൃഷ്ണന്റെയാണ് കൂടുതൽ പാടുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അല്ല, ഇന്ത്യയിലെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കണ്ണനാണ്. അപ്പൊ സ്വന്തം കണ്ണന്റെ പാട്ട് മറ്റൊരു കണ്ണൻ വന്നിരുന്ന് പാടുന്നതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവർ നിങ്ങളെ ദൈവികത്വം കാണുകയാണ്. നിങ്ങളത് കളഞ്ഞു കുളിച്ചു. വേടനും നിങ്ങളും ഒക്കെ ഒരു ട്രെൻഡായിട്ടൊരു കാലഘട്ടത്തിൽ വന്നു. നിങ്ങൾ ആ ട്രെൻഡ് കളഞ്ഞു കുളിച്ചു. നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഹിന്ദു ഭജൻ അല്ലാതെ മറ്റൊരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകാൻ പാടില്ല. കണ്ണിന്റെ ഡോക്ടർ കയറി പ്രത്യേകിച്ച് പിന്നെ മൂക്കിന്റെ അസുഖം പരിശോധിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത കാലമാണ് ഇവിടെ BP യുടെ ഡോക്ടർ ഷുഗർ നോക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ല, ജനറൽ മെഡിസിൻ ആണെങ്കിൽ എല്ലാം കൂടെ നോക്കിക്കോളും.
അല്ലാതെ ഒന്നിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പേരെടുത്ത ഒരാൾ അതിലേക്ക് പോകുന്നതാണ് നല്ലത്. ബാക്കിയുള്ളത് അല്ലെങ്കിൽ പൊതുവായി ആദ്യം മുതലേ നിങ്ങൾ എല്ലായിടത്തും പോകുന്ന ആ തുടക്കം മുതൽ തന്നെ നിങ്ങൾ എവിടെ ചെന്നാലും എല്ലാ പാട്ടുകളും ഇങ്ങനെ മാറി മാറി പാടുകയാണ്. അതനുസരിച്ചുള്ള ആളുകളായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അത്ര വേദികളെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അത്ര സംവിധാനം. ഇതങ്ങനല്ല. ഇത് ഹിന്ദുമത സമ്മേളനങ്ങളിൽ, പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിയാദരവോടെ കൂടി, നിങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളെ വിളിച്ച് പാടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് ഭജൻ നടത്തുമ്പോൾ അതിൽ കൃത്യമായൊരു ഭക്തിയുണ്ട്. അത് പാടുന്ന നിങ്ങളിലും ഭക്തി കാണുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഭജന, പൂരപ്പാട്ട്, സംഗീതം, അത് കഴിഞ്ഞിട്ട് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്തീയ പാട്ട്, മുസ്ലിം പാട്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഡപ്പാങ്കൂത്ത്, നമ്മളെ റാപ്പ് സംഗീതം, ഗാനമേള, നാടക പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, ഇങ്ങനെ 10-20 വിഭാഗത്തിൽ ഗാനങ്ങളുണ്ടെന്നേ. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാരും പറയാറില്ല. ഇത് കൂട്ടിക്കുറച്ചാരും ചെയ്യാറുമില്ല. സിനിമാ ഗാനമേള നടക്കുന്ന സ്ഥലത്ത്, സിനിമാ പാട്ടിന്റെ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് ആരും ഇരുന്ന് പെട്ടെന്ന് ഭജൻ പാടാറില്ല. എന്നാ ഭജൻ പാടിയ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ ഇടിച്ചു കളഞ്ഞു, കുഴപ്പമുണ്ടോ? അമ്പലങ്ങളൊന്നും ആരും പോകുന്നില്ല, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമുണ്ടോ ചിന്തിച്ചല്ല പോകേണ്ടത്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ചില സംസ്കാരങ്ങളും ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില ചടങ്ങുകളും ചില കോഡ് ഓഫ് കോണ്ടാക്റ്റുകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ അനൗപചാരികമാണ്. അതിനെ തിയറിറ്റിക്കലായി ഔപചാരികതയുടെ തിയറിയുടെ പുറത്ത് നമുക്ക് കീറി മുറിക്കാൻ കഴിയില്ല. അതിനകത്തൊന്നും മതേതരത്വമില്ല. ഭജൻ പാട്ടെന്ന് പറയുന്നത് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്ത്, പലരും ടിക്കറ്റ് വെച്ചാണ് പരിപാടി നടത്തുന്നത്. ഇവരുടെ പരിപാടി, ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിരിക്കുന്നത് ഭജൻ കേൾക്കാനാണ്. അവിടെ മറ്റൊരു പാട്ട് കേൾക്കാനല്ല. അപ്പൊ മറ്റൊരു പാട്ട് കേട്ടോണ്ടിരിക്കുന്നവരൊന്നും പറയത്തില്ല. അവരെന്തായാലും പ്രതികരിക്കും. പ്രത്യേകിച്ച് ഹിന്ദു സമാജമാണെങ്കിൽ ഒട്ടും പ്രതികരിക്കത്തില്ല. അവർ കേട്ടോണ്ട് എന്തോ ആയിക്കൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് അവർ കളഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ സ്പേസ് ആണ് കളഞ്ഞത്. ഇതിനകത്ത് കാസ പോലുള്ള സംഘടനകളും അഭിപ്രായം പറഞ്ഞു, വഴിയെ പോണ സകലവരും അഭിപ്രായം പറഞ്ഞു. യുക്തിവാദികളും മുക്തിവാദികളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ളവരും സകലവരും, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം ഭജനിനെ ചെണ്ട കൊട്ടാൻ, ഭജനിനെ കൊണ്ട് തെരുവിലാക്കിയ നന്ദഗോപൻ നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. ഈ ഭജൻ സംവിധാനത്തെ എല്ലാവർക്കും ചെണ്ട കൊട്ടാനുള്ള തെരുവിൽ കൊണ്ട് കെട്ടിയതിന് നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾ ഈ പണി നിർത്തണം.